അധ്യായം 94 സൂറത്തുൽ ഇൻഷിറാഹ് വിശാലമാക്കൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലം നശ്റഹ് ലക സദ്റക്. നബിയെ, നിന്റെ നെഞ്ച് അഥവാ ഹൃദയം നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ? വവദഅനാ അൻക വിസ്റക്. നിന്റെ ഭാരം നിന്നിൽ നിന്നു നാം ഇറക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലദീ അൻഖദ ദഹ്റക്. അതെ, നിന്റെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞതായ ആ ഭാരം. വറഫഅനാ ലക ദിക്റക്. നിന്റെ കീർത്തി നിനക്കു നാം ഉയർത്തിത്തരുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് മനസ്സമാധാനവും ശുഭപ്രതീക്ഷയും ഉണ്ടാക്കുന്നവയാണ് ഈ വചനങ്ങളും. അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഹൃദയവിശാലത. ധൈര്യം, ക്ഷമ, സഹനം, വിനയം, ദയ, ദൃഢമനസ്കത, സത്യാന്വേഷണം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജ്ഞാനം, ദൃഢവിശ്വാസം, അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ചുള്ള ബോധം ആദിയായവ അതിനെ പരിപോഷിപ്പിക്കുന്നു. സീനാ താഴ്വരയിൽ വെച്ച് മൂസ അലൈഹിസ്സലാം നബിയെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിശ്റഹ് ലി സ്വദ്രി, റബ്ബേ, എനിക്ക് എന്റെ ഹൃദയം നീ വിശാലമാക്കി തരേണമേ എന്നായിരുന്നു. സൂറത്തു ത്വാഹ. ഇതിൽ നിന്നു തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ഹൃദയവിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് തന്നെ. അവിടുത്തോടും അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ അനുവർത്തിച്ചു വന്ന ശത്രുതയും ധിക്കാരവും പ്രസിദ്ധമാണ്. മക്കാ വിജയ ദിവസം അവർ തിരുമേനിയുടെ മുമ്പിൽ കയ്യും കെട്ടി തങ്ങളുടെ പേരിൽ എടുക്കുന്ന ഏതു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തിരുമേനിയുടെ വിധിയും കാത്തു നിന്നപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞതെന്താണ്? എല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കുന്നു. ഇദ്ഹബൂ അൻതുമുത് തുലഖാ എന്നായിരുന്നു. ഒരിക്കൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു വൃക്ഷത്തിനടുത്ത് നിരായുധനായി വിശ്രമമെടുക്കുമ്പോൾ ആരുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞു വാളോങ്ങിക്കൊണ്ട് പെട്ടെന്ന് ആഗതനായ ശത്രുവോട് അല്ലാഹു എന്ന് തിരുമേനി സധീരം ഉത്തരം പറഞ്ഞു. ശത്രുവിന്റെ കൈ തളർന്നുപോയി, വാൾ നിലത്തു വീണു. അതേ വാൾ തിരുമേനി കൈയിലെടുത്തു. പക്ഷേ വാൾ ശത്രുവിന്റെ നേരെ നീട്ടുകയല്ല അവിടുന്ന് ചെയ്തത്, മാപ്പു നൽകി പോയിക്കൊള്ളുവാൻ അനുവദിക്കുകയാണ്. സ്വന്തം നാട്ടിലും കുടുംബത്തിലും നിൽക്കപ്പൊറുതിയില്ലാതെ സഹായമർത്ഥിച്ചു ചെന്നപ്പോൾ അങ്ങാടി പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞു കാലിൽ നിന്നും രക്തമൊഴുക്കി ആട്ടിവിട്ട ത്വായിഫുകാരെ കുറിച്ച് അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിഞ്ഞുകൂടാ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ ധാരാളക്കണക്കിൽ തെളിഞ്ഞു കാണാവുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം അവിടുത്തെ ഹൃദയവിശാലതയുടെ ഫലമത്രേ. പ്രബോധന മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിബന്ധങ്ങൾ, വേദഗ്രന്ഥങ്ങളെയും മതകാര്യങ്ങളെയും സംബന്ധിച്ച അപരിചിതത്വം എന്നിങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം ക്രമേണ അള്ളാഹു നീക്കിക്കൊടുത്തതിനെ പറ്റിയാണ് നിന്റെ മുതുകിനെ ഞെരുക്കുന്ന ഭാരം ഇറക്കിവെച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഭൂമുഖത്ത് ഇസ്ലാം അവശേഷിക്കുന്ന കാലത്തോളം അത് ലോകാവസാനം വരെ അവശേഷിക്കുകയും ചെയ്യും. ഇഹത്തിൽ അവിടുത്തെ പേരും കീർത്തിയും നിലനിൽക്കുമെന്ന് തീർച്ചയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും നിവസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് ദിനം പ്രതി 5 നേരം ബാങ്കുവിളികളിലും നമസ്കാരങ്ങളിലും അവിടുത്തെ നാമം ഉച്ചരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഖുർആനും ഇസ്ലാമിക വിജ്ഞാനങ്ങളും ലോകത്ത് നിലവിലുള്ള കാലം അവിടുത്തെ പേരും പ്രശസ്തിയും ഒരിക്കലും മാഞ്ഞു പോകുന്നതുമല്ല. വേണ്ട, അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാത്ത അമുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ ഗുണഗണങ്ങളെപ്പറ്റി സ്മരിക്കപ്പെട്ടു വരുന്നു. ഭൂലോകത്ത് മാത്രമല്ല, വാനലോകത്ത് മലക്കുകൾക്കിടയിലും തിരുമേനി കീർത്തിമാൻ തന്നെ. പരലോകത്തെ എല്ലാ പ്രവാചകന്മാരിലും ഉപരിയായി സ്ഥാനമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പൊതുവിൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. മേൽ പ്രസ്താവിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച ശേഷം അതിപ്രധാനവും സത്യവിശ്വാസികൾക്കാകമാനം മനസ്സമാധാനം നൽകുന്നതുമായ ഒരു തത്വ യാഥാർത്ഥ്യം അള്ളാഹു ഉണർത്തുന്നു.